കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യം, യഥാർത്ഥത്തിൽ അത് മരണമെന്നല്ല പറയേണ്ടത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം തുടർച്ചയായിട്ടുള്ള ജാതിപീഡനവും നിറത്തിൻ്റെ പേരിലും അമ്മയുടെ രോഗത്തിൻ്റെ പേരിലും അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിലും ഒക്കെയാണ് ആ കുട്ടിയെ മാനസികമായി അധ്യാപകർ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് കമ്മ്യൂണിസം ഉഴുതുമറിച്ച, പുരോഗമനം ഉഴുതുമറിച്ചതെന്ന് പറയുന്ന കണ്ണൂരാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതും നിസ്സാരമായൊരു കാര്യമല്ല. പുരോഗമന കേരളം എന്ന് പറയുന്ന ആശയം എത്രമാത്രം ജാതിയിൽ നിലീനമായിരിക്കുന്ന ഒരു ആശയമാണെന്ന് എന്ന് കൂടി ഈ സന്ദർഭം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മുടെ പുരോഗമന ആശയങ്ങൾ ജാതിയെ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നിരന്തരം വലിയ പീഡനങ്ങളും അപമാനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന ഈ സാഹചര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ സസ്പെൻഷനിൽ ഒക്കെ ഒതുക്കി ഈ വിഷയങ്ങളൊക്കെ തന്നെ തമസ്കരിക്കുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അധ്യാപകരെ, ഈ ഡോക്ടർ എം കെ റാമും അതുപോലെ തന്നെ ഡോക്ടർ സംഗീത നമ്പ്യാരും ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരു നിസ്സാരമായ കുറ്റമല്ല, ഒരു കൊടും ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സസ്പെൻഷനിൽ ഒതുങ്ങാതെ ഇവരെ ആ സ്ഥാപനത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് പിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ടത്. അത്തരമൊരു നടപടി അവർ സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ഒതുങ്ങാതെ തീർച്ചയായിട്ട് മറ്റു വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാകും. ഇതൊരു നിസ്സാര സംഭവം മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു കോളേജിൽ മാത്രം നടക്കുന്ന സംഭവമാണ് എന്ന് നമ്മൾ കരുതേണ്ടതായിട്ടില്ല. പൊതുവെ ഇത്തരം പരാതികൾ പുറത്തു വരാത്തതാണ്. ഇത്തരം ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോളേജുകൾ നടക്കുന്നുണ്ട്. വലിയ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ ഇത്തരം ജാതിവെറിയന്മാരായ അധ്യാപകരിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. അതിന് അതിശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് സസ്പെൻഷനിൽ ഒതുങ്ങാതെ ഇവർ ചെയ്ത ക്രിമിനൽ കുറ്റത്തിനെതിരെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം തന്നെ ഇവർക്കെതിരെ ഉണ്ടാവണം. അത് ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നം മാത്രമല്ല, ഈ നിതിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഡെൻ്റൽ കോളേജിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എത്രമാത്രം ദുരിതം പിടിച്ച സാഹചര്യത്തിലൂടെ ആയിരിക്കണം ആ വിദ്യാർത്ഥി കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ വിദ്യാർത്ഥി കടന്നു വന്ന നിരവധിയായ സാഹചര്യങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉയർന്നു വന്നൊരു വിദ്യാർത്ഥിയെ തകർക്കാനുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള സവർണ ജാതിവെറിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സിന്, അതായത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർക്ക് അവരെ നമ്മൾ അധ്യാപകരെന്നല്ല, ഒരു തരത്തിലും മനുഷ്യരെന്ന് പോലും വിളിക്കാൻ അർഹതയില്ലാത്ത ജാതിവെറിയന്മാരാണ് ഇവരെന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് പുരോഗമന കേരളം എന്ന് പറയുന്ന ആശയം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് സമ്പൂർണ്ണമായിട്ട് നമ്മൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന, കേരളം പൊതുവെ പറയുന്ന പുരോഗമന ആശയങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ പുരോഗമനം എന്ന് പറയുന്നത് ജാതിയെ മറച്ചു വെക്കുകയും ജാതി ഒരിക്കലും അഭിസംബോധന ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് നിതിൻ രാജിൻ്റെ ഈ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ജാതിവെറിയന്മാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. തന്നെയുമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ജാഗരൂകത ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. തന്നെ ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചുവെക്കാനും അധ്യാപകരെ രക്ഷിച്ചെടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതലത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മമായ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരു തരത്തിൽ ഉയർന്നു വരരുതെന്നും അവരെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണമെന്നുമുള്ള വലിയൊരു ആശയത്തിൻ്റെ, വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ വിഷയത്തിൽ അതിശക്ത പൗരസമൂഹം ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നിതിൻ രാജിൻ്റെ യഥാർത്ഥത്തിൽ അത് മരണമെന്നല്ല പറയേണ്ടത്, അതൊരു കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകത്തിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കുമെതിരെ ഈ പറയുന്ന എം കെ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ, ഇവരുടെയൊക്കെ പേരുകൾ തന്നെ സമ്പൂർണ്ണമായിട്ട് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ പുരോഗമനകാരികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
ഉണ്ടാകുന്നത്. ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്. മുമ്പ് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ട സന്ദർഭത്തിൽ, ഹിംസ അവരേറ്റ സന്ദർഭത്തിൽ അവർക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആളുകളുടെ ചിത്രങ്ങൾ മറച്ചു വെക്കുകയും മാധ്യമങ്ങൾ മറച്ചു വെക്കുകയും ഇരകളുടെ ചിത്രം നിരന്തരം പൊതുസമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലൊരു സാഹചര്യമാണ് ഇപ്പോഴും കാണുന്നത്. ഈ നിതിൻ രാജനെ കൊലപ്പെടുത്തിയ, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തെള്ളിയിട്ട അധ്യാപകരുടെ ചിത്രം മറച്ചു വെക്കുകയും അതുപോലെ തന്നെ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെ ഖേദകരമായ, സങ്കടകരമായ ഒരു കാര്യമാണ് എന്നുകൂടി സൂചിപ്പിക്കാതെ വയ്യ.